ഗാസയിലേക്ക് ടാങ്കുകൾ കൂടുതൽ ആഴത്തിൽ തള്ളി. പരിക്കേറ്റ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി അറിയിച്ച് ഡോക്ടർമാർ. ലക്ഷ്യസ്ഥാന പ്രദേശങ്ങളിലെ താമസക്കാരുടെ ഗതിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഡസൻ കണക്കിന് നിരാശാജനകമായ കോളുകളോട് പ്രതികരിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് പ്രാദേശിക ആരോഗ്യ അധികൃതർ പറഞ്ഞതിനെ തുടർന്ന് ഞായറാഴ്ച ഇസ്രായേലി ടാങ്കുകൾ ഗാസ നഗരത്തിലെ റെസിഡൻഷ്യൽ ജില്ലകളിലേക്ക് കൂടുതൽ ആഴത്തിൽ നീക്കി. ഗാസ നഗരത്തിന്റെ ഹൃദയഭാഗത്തും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ അഭയം തേടുന്ന സബ്ര, ടെൽ അൽ ഹവ, ഷെയ്ഖ് റദ്വാൻ, അൽ നാസർ എന്നീ അയൽപ്പക്കങ്ങളിൽ ഇസ്രായേലി ടാങ്കുകൾ അവരുടെ കടന്നുകയറ്റം വർദ്ധിപ്പിച്ചതായി ദൃക്സാക്ഷികളും ഡോക്ടർമാരും വ്യക്തമാക്കി. ആഴ്ചകളോളം ഗാസ നഗരത്തിൽ നടത്തിയ ആക്രമണങ്ങൾ ശക്തമാക്കിയതിനെ തുടർന്ന് സെപ്റ്റംബർ 16 ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ ദീർഘകാലമായി ഭീഷണി മുഴക്കിയ കരയാക്രമണം ആരംഭിച്ചു. നൂറുകണക്കിന് പലസ്തീനികൾ പലായനം ചെയ്യാൻ നിർബന്ധിതരായി. എന്നിരുന്നാലും പലരും ഇപ്പോഴും അവിടെയുണ്ട്. ഗാസയിൽ ഒരു കരാർ സാധ്യമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞതിനു ശേഷം ഇസ്രായേൽ കീഴടങ്ങണമെന്നാവശ്യപ്പെട്ട് ഹമാസ് ഞായറാഴ്ച മധ്യസ്ഥരിൽ നിന്നും പുതിയ നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് കാണും. മേഖലയിലെ US എംബസികൾ തമ്മിൽ പതിവായി നടത്തുന്ന നയതന്ത്ര കൂടിയാലോചനകളുടെ ഭാഗമായി ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താൻ അംബാസഡർ മൈക്ക് ഹക്കബി ഈജിപ്തിലേക്ക് പോകുമെന്നും ഇസ്രായേലി US എംബസിയുടെ വക്താവ് പ്രത്യേകം വ്യക്തമാക്കി. ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്നവരിൽ ഈജിപ്തും ഉൾപ്പെടുന്നു. ഗാസ സിറ്റിയിലെ പരിക്കേറ്റ പലസ്തീനികളെ രക്ഷിക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ വഴി അയച്ച 73 അപേക്ഷകൾ ഇസ്രായേൽ നിരസിച്ചതായി ഗാസയിലെ സിവിൽ എമർജൻസി സർവീസ് ശനിയാഴ്ച വൈകി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ അധികാരികൾക്ക് ഉടനടി പ്രതികരണമൊന്നും ലഭിച്ചില്ല. നഗരത്തിൽ സൈന്യം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണെന്നും ഇസ്രായേൽ സൈനികർക്ക് നേരെ ടാങ്ക് വിരുദ്ധ മിസൈൽ തൊടുത്തുവിട്ട 5 തീവ്രവാദികളെ ഇസ്രായേൽ വ്യോമസേന കൊലപ്പെടുത്തിയെന്നും സൈന്യം നേരത്തെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസയിലുടനീളമുള്ള 140 സൈനിക കേന്ദ്രങ്ങൾ വ്യോമസേന ആക്രമിച്ചു. അതിൽ തീവ്രവാദികളും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് വിശേഷിപ്പിച്ചവയും ഉൾപ്പെടുന്നുവെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഗാസയിലെ അൽ നാസർ പ്രദേശത്ത് നടന്ന വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 5 പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ആരോഗ്യ അധികൃതർ അറിയിച്ചു. മധ്യ ഗാസയിലെ വീടുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളിൽ 16 പേർ കൂടി മരിച്ചതായി മെഡിക്കൽ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഞായറാഴ്ച മരണസംഖ്യ 21 കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലി വെടിവയ്പിൽ കുറഞ്ഞത് 77 പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ സൈനിക ഉപരോധം ഗാസയിലുടനീളം ഒരു മാനുഷിക ദുരന്തത്തിന് കാരണമായി. ഗാസ നഗരത്തിലെ 4 ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ മാസം അടച്ചുപൂട്ടിയതായി ലോകാരോഗ്യ സംഘടന അറിയിക്കുകയും ചെയ്തു. ചില പോഷകാഹാരക്കുറവ് കേന്ദ്രങ്ങളും അടച്ചുപൂട്ടിയതായി UN പറഞ്ഞു. കഴിഞ്ഞ മാസം മുതൽ 3,50,000 മുതൽ 4 ലക്ഷം വരെ പലസ്തീനികൾ ഗാസ നഗരത്തിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ടെന്നും വേൾഡ് ഫുഡ് പ്രോഗ്രാം കണക്കാക്കുന്നു. എന്നിരുന്നാലും ലക്ഷക്കണക്കിന് പേർ ഇപ്പോഴും അവശേഷിക്കുന്നു. ഓഗസ്റ്റിൽ ഏകദേശം 1 ദശലക്ഷം പലസ്തീനികൾ ഗാസ നഗരത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം കണക്കാക്കുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചത്. അതിനുശേഷം ഇസ്രായേൽ സൈന്യം 66,000-ലധികം പലസ്തീനികളെ ആ പ്രദേശത്ത് കൊന്നൊടുക്കി. ഗാസയിലെ ആരോഗ്യ അധികൃതരുടെ കണക്കനുസരിച്ച് മുഴുവൻ ജനങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു. പ്രദേശത്തെ ആരോഗ്യ സംവിധാനത്തെ തളർത്തുകയും ചെയ്തുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.